ഇപ്പോൾ തന്നെ നമ്മുടെ അർണാബ് ഗോസ്വാമി നമ്മുടെ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ്റെ അധ്യക്ഷൻ നമുക്ക് ഒരു സന്തോഷമൊക്കെ അറിയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് ഇതിനകത്ത് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അർണാബ് ഗോസ്വാമി പറഞ്ഞിരിക്കുന്നു, ഞാൻ നടത്തിയ ഒരു പോരാട്ടത്തിൽ എന്നോടൊപ്പം നിന്ന നമ്മുടെ 24 പോലുള്ള വാർത്താ ചാനലുകളെല്ലാം അഭിനന്ദിക്കുന്നു എന്നാണ് അർണാബ് ഗോസ്വാമി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് ഒരു ദിലീപ് സൂചിപ്പിച്ച ഒരു വിജ്ഞാപനമായിട്ട് ഇറക്കിയിരിക്കുക, അതായത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമല്ല, ഇതൊരു വിജ്ഞാപനം, ഒരു പോളിസിയായിട്ട് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഗോപി, ഇത് ഗവൺമെൻറ്റിൻ്റെ വാർത്താവിതരണ വകുപ്പിൽ കുറച്ച് കാലമായിട്ട് അവിടെ ചർച്ചയിലാണ്. ഈ ചർച്ച പൊളിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ചില കുത്തകൾ അവിടെ നമ്മുടെ പൂച്ച വെറ്റി കിടക്കുന്നു എന്നൊക്കെ വി ഡി സതീശൻ പറഞ്ഞ പോലെ ഇവരിവിടെ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. അത് മാത്രമല്ല ഇത് ഇന്ത്യയിലെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് കുത്തക ഏതാണ്ട് 70% ഒരു കുത്തക കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്വാധീനം, അവരൊക്കെ യഥാർത്ഥത്തിൽ വാർത്താവിതരണ വകുപ്പിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ്. എന്നിട്ടും അതെല്ലാം കടന്നുപോയി ഈ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവിന് ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. എന്തായാലും ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷനാണ് ഇത് വേണ്ടി ഫൈറ്റ് ചെയ്തത്. അപ്പോൾ അവർക്കിത് അവരുടെ അഭിനന്ദന സന്ദേശമൊക്കെ അറിയിച്ചിട്ടുണ്ട്. താങ്ക്സ് അർണാബ് ഗോസ്വാമി, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. എനിക്ക് തോന്നി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിൽ ഏറ്റവും വലിയൊരു ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞത് ഇത് കൺസ്യൂമറുടെ അല്ലെങ്കിൽ കസ്റ്റമറുടെ റൈറ്റ് ടു ചോയ്സ്, ക്രെഡിബിലിറ്റി, അതാണ് റൈറ്റ് ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, റേറ്റിംഗ് ഏജൻസികളുടെ വിശ്വാസ്യത നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ഇംബാലൻസ് ആണല്ലോ, ഒരാൾക്ക് പണം ഉണ്ടെങ്കിൽ അയാൾക്ക് ലാൻഡിംഗ് പേര് താവഴി പോകും. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള MS കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവർക്കിത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കേബിൾ നെറ്റ്വർക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് സാധ്യത അവർ ഉപയോഗിക്കുന്നു. പക്ഷേ ഇന്ത്യയിലെ ഒരു വാർത്താവിതരണ വകുപ്പ് ഇന്ത്യൻ ടെലിവിഷൻ ചാനലുകളെ ഏതാണ്ട് 800-850 ടെലിവിഷൻ ചാനലുകൾ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അവരെടുത്ത ഒരു കടുത്ത തീരുമാനമാണത്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് വാർത്താവിതരണ വകുപ്പിൽ നിന്ന് വന്ന ഒരു ഏറ്റവും മികച്ച തീരുമാനമാണ്. നമ്മൾ ഈ റേറ്റിംഗ് കള്ളത്തരത്തിന്റെ നമ്മൾ നടത്തുന്ന ഫൈറ്റൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ധാർമ്മിക പിന്തുണ തീർച്ചയായിട്ടും നമുക്കുണ്ട്. ബാർക്കിനെ അസ് എ ഹോൾ പറയുന്നില്ലെങ്കിൽ അതിലൊരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി നമ്മൾ തെളിവ് സഹിതം സമർപ്പിച്ചാണ്, അത് അന്വേഷണം നടക്കുന്നത്. അപ്പൊ എസ്കെൻ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ ഈ പറഞ്ഞ ഫെയിലൂറാണ്. നമ്മളിപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും, നമ്മളതൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞു. നമ്മളത് ഉപേക്ഷിച്ചിട്ടില്ല, ഇപ്പോഴും നമ്മൾ അന്വേഷണത്തിലാണ്. മാത്രമല്ല ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യസന്ധമായിരുന്നു എന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ രേഖകൾ നമ്മുടെ സംസ്ഥാന പോലീസ് ആധികാരികമായി പരിശോധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതും നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത്തരം ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ പല ആളുകളും നെറ്റിച്ചുളിഞ്ഞു, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് എന്ന്. അപ്പോൾ ഈ വാർത്ത പുറത്തുവിടുന്നതിന് ആധികാരികമായ രേഖകളുടെ പിൻബലമുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കേരള പോലീസിലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്നുകൂടി പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.